ഷക്കീന അമേരിക്കാസിൻ്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിസ്റ്റർ കാഞ്ചന, ബഥനി സിസ്റ്ററാണ്. ന്യൂയോർക്കിൽ കഴിഞ്ഞ 11 വർഷമായി മലങ്കര കത്തീഡ്രൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ജീവിതത്തിൽ എന്തു വന്നാലും തമ്പുരാനിലുള്ള പൂർണ്ണമായ സമർപ്പണമാണ് വിശ്വാസം എന്നത്. വിശ്വാസം ജീവിക്കലാണ്, സംസാരിക്കലല്ല. നാം വിശുദ്ധ വചനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ധാരാളം വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം നയിച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമുക്ക് കാണാം. ജീവിതത്തിൽ ഇനിയൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടും തമ്പുരാന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാം പിതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോഹ, പെട്ടകം പണിയാൻ തമ്പുരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ വരമ്പരായികളെ കുറിച്ചോ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നോഹ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കാനായിലെ കല്യാണ വേളയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് ആ പരിചാരകർ പ്രവർത്തിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നാം കൈവരിക്കേണ്ട ഒത്തിരി നേട്ടങ്ങളുണ്ട്. അതായത് വചനത്തിൽ നമ്മൾ ആഴമായി വിശ്വസിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ തമ്പുരാൻ എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നാം മുന്നേറുമ്പോൾ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികളെയും നമ്മൾ നഷ്ടധൈര്യരായി കാണേണ്ടതില്ല. ജീവിത സാഹചര്യങ്ങളിൽ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തെറ്റിദ്ധാരണകൾ ഒക്കെയും നമ്മളെ അലട്ടുമ്പോഴും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വലിയ ബോധ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, അത് വാക്കുകളിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുമ്പോൾ എന്നെ തോൽപ്പിക്കുവാന് ഈ ലോകത്തിലെ ഒന്നിനും സാധിക്കുകയില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ വലത്തും ഇടത്തും താഴെയും മീതെയും ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന് എന്നെ സംരക്ഷിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം എപ്പോഴും എന്നെ നയിക്കും. കാരണം എൻ്റെ ജീവിതത്തിനെ എന്നേക്കാൾ ഉപരിയായി കരുതുന്ന, എൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമായി കരുതുന്ന ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. ഈ ലോകത്തിൽ ഒന്നിനും അവനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പത്രോസിന്റെ ജീവിതത്തില് പത്രോസ് ഈശോ വെള്ളത്തിൽ നടന്നതുപോലെ പത്രോസ് വെള്ളത്തിൽ നടക്കുമ്പോൾ ഒരു നിമിഷം അവിശ്വസിച്ചപ്പോൾ ആദ്യം വിശ്വാസത്തോടുകൂടി വെള്ളത്തിന് മീതെ നടക്കാൻ സാധിച്ചു. എങ്കിലും ഒരു നിമിഷത്തെ അവിശ്വാസം, ആ ഭയം വെള്ളത്തിലേക്ക് താന്നു പോകുവാനിടയായി. അപ്പം അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ പരിപൂർണമായ വിശ്വാസം നമുക്ക് അത്യാവശ്യമാണ്. പരിപൂർണമായ വിശ്വാസം, അതിൽ ഒരു ഭയത്തിന് അവിടെ ഒരു തെല്ലും ഇടം നൽകാത്ത രീതിയിലുള്ള വിശ്വാസത്തിലൂടെ നാം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒന്നിനും നമ്മെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രത്യാശ, തമ്പുരാൻ എന്ന പ്രത്യാശ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ കടുകുമണി ഒരു ചെറിയ മണിയാണെങ്കിലും അത് വലിയ വൃക്ഷമായി വളരുന്നത് പോലെ പ്രത്യാശ എന്ന കടുകുമണി നമ്മുടെ ജീവിതത്തിലും വലിയ വൃക്ഷമായി മാറണമെങ്കിൽ
അതിൽ നമ്മൾ വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മെ പലതരത്തിലും നയിക്കും. അതായത് പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം വേണം. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിക്കും, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിൽ നമ്മൾക്ക് പരസ്പര വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസമാണ് സന്തോഷകരമായ ആനന്ദകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സേവനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതി ഉണ്ടാകും എന്ന ബോധ്യമുണ്ടെങ്കിൽ അവിടെയും വിശ്വാസത്തിന്റെ മാറ്റുലി ലോകത്തിലേക്ക് പടരുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരു ചെറിയ കഥ ഓർത്തു പോവുകയാണ്. ഒരാൾ രണ്ട് മലയുടെ രണ്ടറ്റങ്ങളിലും കൂടി ഒരു കയറ് കെട്ടി ആ കയറിലൂടെ നടക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ തൻ്റെ ചുറ്റും കൂടി നിന്നവരോട് ചോദിക്കുന്നുണ്ട്, ഇതിലൂടെ നടന്ന് മറുകര എത്തുവാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആൾക്കാരെല്ലാവരും വലിയ ആരവത്തോടു കൂടി പറഞ്ഞു, നിനക്കതിന് കഴിയും, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ കയറിലൂടെ നടന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തി. വീണ്ടും അയാൾ ആ കയറിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുവാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോൾ വീണ്ടും അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഞാൻ ഈ സൈക്കിളിലൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തിച്ചേരുമെന്ന്? അപ്പോഴും ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞു, നിനക്കതിന് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ആ കയറിലൂടെ സൈക്കിളിലൂടെ യാത്ര ചെയ്തു. മൂന്നാം പ്രാവശ്യം അയാൾ ചോദിച്ചു, ഞാൻ സൈക്കിളിലൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തി, ഇനി നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം ഈ സൈക്കിളിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ തയ്യാറുണ്ടോ? പക്ഷേ ആരും അതിന് തയ്യാറായില്ല. എന്താണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്? വിശ്വാസം വെറും വാക്കുകളിൽ മാത്രമാണ് ആ കണ്ടുനിന്ന ഓരോരുത്തരുടെയും. വിശ്വാസം ജീവിതത്തിലില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാക്കുകളിൽ മാത്രമല്ല വിശ്വാസം ഒതുങ്ങി നിൽക്കേണ്ടത്, നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ആ വിശ്വാസം നമ്മെ നയിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ആത്മീയ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിൻ്റെയും എല്ലാം ഉന്നമനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസം തന്നെയാണ്. വിശ്വാസം ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, പരസ്പരമുള്ള ബന്ധത്തിലും നമുക്ക് ഈ വിശ്വാസം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. വിശ്വാസത്തിന്റെ അർത്ഥം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ പോകുമെന്നുള്ളതാണ്. അതായത് ചെറിയ വിശ്വാസം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിലൂടെ സൗഖ്യം നേടുന്നുണ്ട്. വചനത്തിൽ നാം കാണുന്നു, രക്തസ്രാവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടുകൂടി ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചപ്പോൾ അവൾ സൗഖ്യപ്പെടുന്നു. അതുപോലെ തന്നെ ബർത്തമിയോസ് തന്റെ വിശ്വാസം ഏറ്റുപറയുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തില് അവരെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു, സൗഖ്യമുള്ളവരാക്കി തീർത്തു. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. വിശ്വാസത്തിലൂടെ
നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ ലഭിക്കുന്നു. വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പടവുകൾ താണ്ടി മുന്നേറുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നു. ഇതെല്ലാം വിശ്വാസം എന്നുള്ള ആ ഒരു കേന്ദ്രീകൃതം, ക്രിസ്തു വിശ്വാസം എന്ന ആ കേന്ദ്ര ബിന്ദുവിൽ നിന്നും ഉരുത്തിരിയുന്ന ഒന്നാണ്. വിശ്വാസം രക്ഷയുടെ വഴിയാണ്. എഫേസ്യർ 2:8 പറയുന്നു, വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത്. വിശ്വാസത്തിലൂടെ നാം രക്ഷയിലേക്ക് കടന്നു വരുന്നു. പിതാവായ ദൈവത്തെ പൂർണ്ണമായി പുത്രനായ ദൈവം വിശ്വസിച്ച് തന്നെ ആ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വലിയ രക്ഷ ലോകത്തിനും എനിക്കും നിങ്ങൾക്കുമുണ്ടായി. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നതും ഈ വിശ്വാസമാണ്. ഈ വിശ്വാസമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസത്തിലൂടെ നാം മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ജൈത്രയാത്രയിൽ കർത്താവായ ക്രിസ്തു നമുക്ക് കൂട്ടുണ്ടാകും എന്നുള്ള വലിയ പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്യാസ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെയും വിശ്വാസമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ചാലകശക്തി എന്ന് പറയുന്നത്. വിശ്വാസം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ തമ്പുരാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഉള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ഈ സമ്പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതത്തെ ആനന്ദപ്രദമാക്കും. ക്രിസ്തുവിനോടുകൂടിയുള്ള നമ്മുടെ ജീവിതം ആനന്ദവും ആശ്വാസവും മറ്റുള്ളവർക്കും, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ആനന്ദം പകരുവാൻ, ആശ്വാസം പകരുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. വിശ്വാസം വെറും ഒരു ചിന്തയല്ല, അത് ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായ വിട്ടുകൊടുക്കലാണ്. നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നാം ദൈവത്തെ കാണുന്നില്ല, പക്ഷേ നാം വിശ്വസിക്കുകയാണ്, ദൈവമെന്ന ശക്തി എന്നോടൊപ്പമുണ്ട്, എന്നോടൊപ്പം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ദൈവം എന്ന് നാം വിശ്വസിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ഒരു ആശ്രയബോധമാണ് വർദ്ധിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോടൊപ്പമായിരിക്കുമ്പോൾ അതിന് വലിയ സുരക്ഷിതത്വ ബോധമുണ്ട്. എന്ത് വന്നാലും, ചുറ്റും എന്ത് സംഭവിച്ചാലും ഞാൻ അമ്മയുടെ കരങ്ങളിലാണ് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി, വിശ്വാസത്തോടു കൂടിയാണ് ആ കുഞ്ഞായിരിക്കുക. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും. ഞാൻ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ എന്നെ അത് വലിയ ശക്തിയായി ഭയമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ സഹായിക്കും. നമ്മൾ ബൈബിൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. അതെ, ആ ഭയമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിശ്വാസമെന്ന ആയുധം നാം ധരിക്കണം. ആ വിശ്വാസമെന്ന വലിയ ശക്തി നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ഭയമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ വിശ്വാസ ജീവിതത്തിലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരനുഭവം പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ശിശുവായിരിക്കുമ്പോൾ മുതൽ, പ്രത്യേകിച്ച് ഒരു 3 വയസ്സ് മുതൽ എനിക്ക് സന്യാസ ജീവിതത്തോട് വളരെയധികം ഒരു ആഭിമുഖ്യമുണ്ടായിരുന്നു. അതായത്, ഞാൻ 3 വയസ്സായിരിക്കുമ്പോൾ LKG എന്നെ കൊണ്ട് ചേർക്കാനായിട്ട് പപ്പ പോകുമ്പോൾ ആണ് ആദ്യമായിട്ടൊരു സിസ്റ്ററിനെ കണ്ടതായിട്ടുള്ള ഓർമ്മ എൻ്റെ ഉള്ളിലുള്ളത്. അന്നു മുതൽ ഞാനും വളരുമ്പോൾ ഇതുപോലെ ഒരു സിസ്റ്റർ ആയി തീരണം എന്നുള്ള വലിയൊരു ആഗ്രഹം അന്നു മുതലേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. വീട്ടിലെ സന്ധ്യ പ്രാർത്ഥനയുണ്ട്. പ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെങ്കിലും ഞാൻ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ കുഞ്ഞിലെ മുതലേ പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ
സ്കൂളിൽ നിന്ന് വന്ന് സന്ധ്യയാകുമ്പോൾ, ഹോംവർക്ക് എല്ലാം കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഞാൻ തന്നെ തിരി കത്തിച്ച് വെച്ച് പൂക്കൾ പറിച്ചു വെച്ച് ഈശോയുടെ പടത്തിന് മുൻപിൽ ഇരുന്ന് വ്യക്തിപരമായ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും വ്യക്തിപരമായി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഈശോയുടെ ആ പടത്തിലേക്ക്, ഒരു ഉദ്ധിതനായ ഈശോയുടെ പടമാണ്, ആ പടത്തിലേക്ക് ഞാൻ നോക്കിയിരിക്കും. ആ പടം എനിക്ക് കിട്ടിയത് സൺഡേ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ കിട്ടിയ പ്രൈസാണ് ആ പടം. അത് ഫ്രെയിം ചെയ്ത് ഞാനത് എൻ്റെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥന വെക്കുന്നിടത്ത് ഇരിക്കുകയാണത്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ഞാൻ ഈ പടത്തിന്റെ മുൻപിൽ ഇരുന്ന് അതേ നോക്കി ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. അങ്ങനെ നോക്കിയിരുന്ന് ആ പടം എൻ്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും ഈശോയെ എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം ആ ഉദ്ധിതനായ ഈശോയുടെ പടമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ പിന്നീട് ഞാൻ യാത്ര ചെയ്യുമ്പോഴും, ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഈ ഈശോയോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ്, ഈശോയോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം. അപ്പോൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു. 10ാം ക്ലാസ് പാസ്സായി ഇരിക്കുമ്പോൾ പപ്പായും അമ്മയും ഒക്കെ എൻ്റെ മുന്നോട്ടുള്ള പ്രീ ഡിഗ്രി പഠനത്തെക്കുറിച്ച് ഏത് കോളേജിൽ പോകണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത്, എനിക്ക് എങ്ങനെ ഒരു സിസ്റ്റർ ആകണം, എനിക്കൊരു കോൺവെന്റിൽ ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ പപ്പായും അമ്മയും അതിനോട് ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല. അപ്പൊ അവരതിന് സമ്മതിക്കുകയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിച്ചു, എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മനസ്സു മാറി എൻ്റെ മാതാപിതാക്കൾ തന്നെ എന്നെ കോൺവെന്റിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. കോൺവെന്റില് പോകാനായിട്ട് ഒരു ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ക്യാമ്പിന് പോകുന്നതിനൊന്നും അവർക്ക് വിരോധമില്ല, പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം സഹകരിക്കുന്നതിന് വിരോധമില്ല. പക്ഷെങ്കില് ഞാൻ പൂർണ്ണമായിട്ട് ഒരു കോൺവെന്റിലേക്ക് പോവുക എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണമെങ്കിൽ ഈശോ എന്നോടൊപ്പം ഉണ്ടാകും. എൻ്റെ ജീവിതത്തില് ഞാൻ അവനോടൊപ്പമാണ്, അവൻ എന്നോടും ഒപ്പമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ മനസ്സ് മാറുവാനായിട്ട് അന്നത്തെ എൻ്റെ കുഞ്ഞു ഹൃദയത്തില് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് ക്യാമ്പിനൊക്കെ പോയി. അവിടെ ഞാൻ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അവിടെ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയും അമ്മയും എന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെങ്കില് പപ്പ സമ്മതിച്ച് പപ്പായും അമ്മയും കൂടി എന്നെ കൊണ്ട് എന്ന് മഠത്തില് ആക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ 3 വയസ്സായപ്പോൾ മുതൽ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച കാര്യം, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ തന്നെ എന്നെ കൊണ്ടുവന്ന് സന്തോഷത്തോടുകൂടി കോൺവെന്റിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമാണ് വിശ്വാസത്തെക്കുറിച്ച്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിപരമായ കാര്യം പറഞ്ഞാല്, ഞാൻ കോൺവെന്റിൽ വന്നെങ്കിലും കോൺവെന്റിൽ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അസുഖമായി ഹോസ്പിറ്റലായി കഴിഞ്ഞ് പപ്പായും അമ്മയും കൂടി എന്നെ വിളിക്കാനായിട്ട് വീണ്ടും തിരിച്ചു കോൺവെന്റിൽ വന്നു. കോൺവെന്റിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും അസുഖമൊന്നും വരത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ അവരോടൊപ്പം കോൺവെന്റിൽ നിന്ന് പോകാനായിട്ട് തയ്യാറായില്ല. അന്നു മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ വിശ്വാസമാണ്, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യം ഈശോ എനിക്ക് തരുമെന്നുള്ളത് എൻ്റെ വലിയ വിശ്വാസമാണ്. ഞാൻ അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ എനിക്ക് നല്ലൊരു സിസ്റ്റർ ആകാനുള്ള കൃപ തരണമേ എന്ന്. ഞാൻ അന്നു മുതൽ എൻ്റെ പപ്പായും അമ്മയും എന്നെ തിരിച്ചു വിളിക്കാൻ വന്ന പിറ്റേ ദിവസം പ്രഭാതത്തിലുള്ള വിശുദ്ധ കുർബാന മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന 3 വർഷം നീണ്ടു നിന്നു. ഞാൻ സിസ്റ്ററായി കഴിയുന്നത് വരെ ഞാൻ ആ പ്രാർത്ഥന തുടങ്ങി. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു സിസ്റ്റർ ആകാനുള്ള കൃപ തരണമേ എന്ന്. അങ്ങനെ ഞാൻ
1996 മെയ് 2 ഞാനൊരു സിസ്റ്ററായി അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റി. ഈശോയെ, എനിക്ക് ഈ ജീവിതത്തിൽ വിശുദ്ധയായി നിലനിൽക്കാനുള്ള കൃപ തരണമേ എന്നായി എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന അതാണ്. ഈശോയെ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, വിശുദ്ധിയോടുകൂടി നിന്റെ തിരുമുമ്പിലായിരിക്കുവാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ വിശ്വാസം, നമ്മൾ എന്തു വിശ്വസിക്കുന്നുവോ നമ്മളതായിത്തീരും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ്. അപ്പോൾ വിശ്വാസം നമ്മൾ ജീവിക്കുന്നതാണ്, നമ്മൾ സംസാരിക്കുന്നതല്ല, നമ്മൾ പറയുന്നതല്ല, നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ജീവിതത്തിന്റെ ചര്യയായി വിശ്വാസം മാറുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ അത് പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ പ്രകാശോജ്വലമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മളായിത്തീരും എന്നുള്ള വലിയ പ്രത്യാശയാണ്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണമായി, ആനന്ദപ്രദമായി, നമ്മുടെ ജീവിതത്തെ ആനന്ദപ്രദമാക്കുവാനും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ ആനന്ദപ്രദമാക്കുവാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.